ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗാണ്. കുറേ നാളുകളുടെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റഡി വ്ലോഗാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്, ലോങ് വീഡിയോ ആയിട്ട് വേറെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ സ്റ്റഡി ടേബിളിൽ നിന്ന് വൃത്തിയാക്കി തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി. കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂഡ് തന്നെ ചേഞ്ച് ചെയ്യും. അതായത് നമുക്ക് ഇങ്ങനെ ഓവറായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വിശപ്പുണ്ടാവുമല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന എക്സ്ക്യൂസസ് ആണ്. അപ്പോൾ ആ എക്സ്ക്യൂസിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ഞാൻ തന്നെ എൻ്റെ വയറിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടി കഴിച്ചു. ചായയും ബിസ്ക്കറ്റും കോഫിയും ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ട് നമ്മൾ പഠിക്കാൻ കയറാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് ആയിരുന്നു. ഞാൻ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. വെയിറ്റേജ് നോക്കി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. എൻ്റെ ഗതികേടിന് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ ഹൈ വെയിറ്റേജ് ഒന്നും ഉണ്ടായില്ലാത്ത ചാപ്റ്റർ ആയിരുന്നത് കൊണ്ട് ഞാനത് വിട്ടു. അല്ലെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും കവറപ്പ് ചെയ്ത് വരണ്ടായിരുന്നു. പക്ഷേ ആ ചാപ്റ്റർ ഞാൻ നോക്കിയില്ല. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ട് ആ ചാപ്റ്റർ പഠിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു. ദെൻ നമ്മൾ കെമിസ്ട്രി പഠിക്കാനെടുത്തു. കെമിസ്ട്രി ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ കുറിച്ചാണ്. ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് ഇനിയും റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബോധറായത് ടെൻഷൻ ആവണ്ട. ടെൻഷൻ ആയി കഴിഞ്ഞാൽ പകുതി ദിവസങ്ങൾ അങ്ങനെ പോകും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രത്യേകിച്ചും കെമിസ്ട്രി മാത്സ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രോമ പോലെ നമുക്ക് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. പക്ഷേ ഞാനത് കുറേയധികം സ്റ്റഡി വ്ളോഗ്സൊക്കെ കുറേ കണ്ടു. എൻ്റെ വീഡിയോ തന്നെ ഞാൻ കുറേ കണ്ടു. എൻ്റെ വീഡിയോ തന്നെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ. നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഏത് ചാനലാണോ അത് കാണാം. അങ്ങനെ ഞാൻ കണ്ടിട്ട് കുറച്ച് ആ ഒരു മോട്ടിവേഷൻ ഞാൻ പഠിക്കാൻ കയറി. എന്നാലും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഒരു വിഷമമുണ്ട്. ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ആ ഒരു വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NCERTയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇനിയും ആ ഒരു ക്വസ്റ്റ്യൻസ് പോലും വിടരുത്. നിങ്ങളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. NCERT പരമാവധി അരച്ച് കലക്കി കുടിക്കുക. അതാണ് നമുക്കിനി ചെയ്യാനുള്ളൊരു രക്ഷ. നമുക്കതിനെ ചെറുത്ത് നിർത്തണമെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് നോക്കണം. ഒരെണ്ണം പോലും വിടാതെ ചെയ്ത് നോക്കാം. NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി മാർക്ക് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾ NCERT എല്ലാം ചെയ്ത് നോക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. എനിക്ക് തന്നെയുള്ളൊരു അഡ്വൈസാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ കെമിസ്ട്രി പഠിക്കാനെടുത്തു. കെമിസ്ട്രി പഠിച്ചു. പിന്നെ ഞാൻ മാത്സിലേക്ക് പോയി. ഈ കുറച്ച് നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ ഈ വോയിസ് എടുക്കുന്നത്, വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.